എന്റെ മാനേജർ നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല, പക്ഷേ ഇന്നാ റിട്ടേൺസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്ത് റിട്ടേൺസ്? എന്റെ പൊന്നു സഹോദര, നിങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളും അതുപോലെ തന്നെ അവിടെ ഇരിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്ര ജനുവിനാന്ന് പറഞ്ഞാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൂക്കം കൂടുതൽ കിട്ടുന്ന സാധനം മാത്രം മതി. സംഗതി വിഷം തിന്നാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ വില കുറഞ്ഞതേ വാങ്ങിക്കും. അല്ല, ഈ ഒട്ടും വിറ്റ് പോയിട്ടില്ല എന്ന് പറഞ്ഞ ആ, 1-2 പാക്കറ്റൊക്കെ വിറ്റുപോയിട്ടുണ്ട്. അതിന് ചില്ലറ എന്താന്ന് വെച്ചാ ഞാൻ അങ്ങ് തന്നേക്കാം, ബാക്കി നിങ്ങൾ കൊണ്ടുപോയിക്കോ. അല്ല മാഡം, അതവിടെ ഇരുന്നോട്ടെ. ഇരുന്നിട്ട് എന്താടോ കാര്യം? നിങ്ങളുടെ സകല സാധനങ്ങളും എന്റെ അലമാര വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പരസ്യം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സെലിബ്രിറ്റികൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? എടൂ, ഒരു സേഫ്റ്റി പിൻ ഒരാൾ വാങ്ങണമെങ്കിൽ പോലും സിനിമാ നടികൾ വരണം. എനിക്കെന്തായാലും നിങ്ങളുടെ പ്രോഡക്റ്റിനോട് ഒരു താല്പര്യമില്ല. താൻ സമയം കളയണ്ട, വണ്ടി വിളിച്ച് വന്ന് എല്ലാ സാധനവും കൊണ്ടുപോയിക്കോ. അയ്യോ മാഡം, അത് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ തനിക്കെന്താടോ? ആളുകൾ വരുന്നുണ്ട്, നോക്കുന്നു. പക്ഷെ നിങ്ങളുടെ MRP എടുക്കാൻ ആരും തയ്യാറില്ല. അയ്യോ സാർ, ആളുകളൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി, ഈ സാധനങ്ങൾ വന്ന് തിരിച്ചെടുക്കാൻ നോക്കാം. നേരം വെളുത്തപ്പോൾ മുതൽ ആ ഷോപ്പുകാർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ. അതിനൊരു വണ്ടി അയച്ചാലേ ഞാൻ സാധനങ്ങൾ കൊടുത്തുവിടാം. മാത്രമല്ല, എനിക്കിതിൻ്റെ ഇടനിലക്കാരൻ്റെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ല. മോളെ, അവൻ ഉടനെ ഒന്നും ആരോട് മോളെ, മോള് പോയി ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. സാരമില്ല അമ്മവ, ഹരി ഒന്ന് വന്നിട്ട്. ഇവനിത് എന്ത് ഭാവിച്ചതാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ വൈകി പറഞ്ഞ ശീലം അവന് മുമ്പ് ഉണ്ടായിരുന്നില്ലെന്ന്. അഥവാ എവിടെയെങ്കിലും പോയിട്ട് ഒരു 10 മിനിറ്റ് വൈകിയ അപ്പൊ തന്നെ അവൻ വിളിച്ചു പറയും. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ കളിയാക്കാറുണ്ട്. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് ചോദിച്ചോണ്ട്. ഇപ്പൊ വിളിയില്ല, പറച്ചിലില്ല. മനുഷ്യരല്ലേ, മാറ്റം ഉണ്ടാവും. അല്ല, മോളും തുടങ്ങിയ തത്വം പറയാൻ. എനിക്ക് അറിഞ്ഞൂടെ, അവനൊന്ന് വന്ന് കേറിയ കിടക്കായിരുന്നു ഇല്ലേ? അമ്മാവൻ എന്തിനാ കാത്തിരിക്കുന്നെ? പോയി കിടന്നുറങ്ങ്. ഹരി വരുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. ഓ, എവിടെയായിരുന്നു ഇതുവരെ? ഹരി, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല. പക്ഷേ ഹരി തളർന്നു പോവരുത്. വല്ലാത്തൊരവസ്ഥയായി പോയിടോ. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ എത്ര നല്ല സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ ഇരുന്നു. യാഥാർത്ഥ്യം അതിഭീകരമാണ്. ഇതിലും വലിയ തകർച്ചയിൽ നിന്നും എത്രയോ ആളുകൾ കരകയറിയിട്ടുണ്ട്. എന്തിന്? നമ്മൾ രണ്ടുപേരും അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അന്ന് നമ്മളിൽ ആരെങ്കിലും വിചാരിച്ചോ ഇതുപോലെയൊക്കെ ആവുമെന്ന്, ഒന്നിച്ച് ജീവിക്കുമെന്ന്? ഇത് അതുപോലെയാണോ?
എത്ര ആളുകളോടാണ് മറുപടി പറയേണ്ടത്? എന്തൊക്കെ ബാധ്യതകളാണ് നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത്? തല കുനിച്ചു നിന്നാലേ തലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു കയറും. തല നിവർത്തി പിടിച്ചാല് അതങ്ങ് തീരും. താൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹരി തളർന്നിരിക്കുമ്പോ ഹരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. എന്റെ കൈയും കാലും അനങ്ങല്ല. പിന്നെ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരെയും നേരിട്ട് കാണണം, കാര്യങ്ങൾ പറയണം. ഭാർഗവൻ സാറിന്റെ വീട്ടിൽ പോണം. അവിടെ ഇന്ന് എല്ലാവരും എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പോകണ്ടെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അവര് നമ്മുടെ കുടുംബമല്ലേ. കുടുംബക്കാരിൽ നിന്ന് എന്തിനാ ഒളിക്കുന്നത്? ഈ നടയിൽ വെച്ചാ നമ്മളന്ന് വിളക്കെടുത്തത്. അതന്ന് അണഞ്ഞു. അവിടെ വെച്ച് ഇതൊക്കെ അങ്ങ് നിർത്താൻ നമുക്ക് തോന്നിയിരുന്നെങ്കില്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അന്നത്തെ പരിഹാര പൂജ അതിനെയൊക്കെ മറികടക്കുന്ന നമ്മൾ വിശ്വസിച്ചു. പേടിക്കണ്ട, പൂർണ്ണമായി ഒരിക്കലും നമ്മൾ തോൽക്കില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒന്നിച്ചല്ല ഉണ്ടാവേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും മോശം സമയം വരുമ്പോ അതുവരെ ഉണ്ടായ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ആലോചിച്ചെടുക്കണമെന്ന് പറയും. അതുകൊണ്ടായിരിക്കും തന്നെ കണ്ടതും സ്വന്തമാക്കിയതും ഒക്കെ. എന്ന് ശരി, അത് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. നമുക്ക് ഭാർഗവൻ സാറിന്റെ വീട്ടിലേക്ക് പോവാം.